നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉത്തരേന്ത്യയിലെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ന്യൂനപക്ഷ വേട്ടയും വർഗീയ ധ്രുവീകരണവും ലക്ഷ്യമിട്ടെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. നരേന്ദ്രമോദിയുടെ കോളനിയെപ്പോലെയാണ് കേരളത്തെ കേന്ദ്രം കാണുന്നതെന്നും EN മോഹൻദാസ്. CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം ആനമങ്ങാട് തുടങ്ങി. CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളനം പാലപ്പുറത്ത് തുടങ്ങി. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 172 പ്രതിനിധികൾ. ഒറ്റപ്പാലം NSS കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിന് വിജയം. 51-ൽ 27 സീറ്റ് KSU നേടി. സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടത്തിയത്. പട്ടാമ്പിയിൽ കാർ സ്കൂട്ടറിലിടിച്ച അച്ഛനും മകൾക്കും പരിക്ക്. കോഴിക്കോട് സ്വദേശി സുനിൽകുമാർ, മകൾ അഞ്ജിത എന്നിവർക്കാണ് പരിക്ക്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. വിൽപ്പനയ്ക്കെത്തിച്ച 6 കിലോ കഞ്ചാവുമായി തിരൂർ സ്വദേശി പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. 40-കാരനായ ജാഫർ അലിയാണ് അറസ്റ്റിലായത്. ഇയാൾ ചെറുകിടക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന കണ്ണിയെന്ന് പോലീസ്. പെരിന്തൽമണ്ണ കീഴാറ്റൂർ പൂക്കാട്ടിൽ ഗ്രാമത്തിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ. പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് നടത്തുകയായിരുന്ന ആളാണ് പുലിയെ കണ്ടത്. നിരവധി വീടുകളുള്ള പ്രദേശത്ത് പുലി എത്തിയതോടെ നാട്ടുകാർ ഭീതി. വിശദമായ വാർത്തകളിലേക്ക്. ഉത്തരേന്ത്യയിലെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ന്യൂനപക്ഷ വേട്ടയും വർഗീയ ധ്രുവീകരണവും ലക്ഷ്യമിട്ടാണെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EN മോഹൻദാസ്. നരേന്ദ്രമോദിയുടെ കോളനിയെപ്പോലെയാണ് കേരളത്തെ കാണുന്നത്. കേന്ദ്ര സർക്കാർ സംയോജിതമായ നീക്കത്തിനു പകരം ഏകപക്ഷീയമായ സമീപനം സ്വീകരിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. 168 പ്രതിനിധികളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആനമങ്ങാട് പൊന്നുള്ളി കസർ താജ് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ യെച്ചൂരി നഗറിലാണ് CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം നടക്കുന്നത്. മുതിർന്ന CPM നേതാവും മുൻ ഏരിയ സെക്രട്ടറിയുമായ NP ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യയിലെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ന്യൂനപക്ഷ വേട്ടയും വർഗീയ ധ്രുവീകരണവും ലക്ഷ്യമിട്ടാണെന്ന് EN മോഹൻദാസ് പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനാണ് അവരുടെ നീക്കം. ഇത് വ്യാപകമായ സംഭവമായി മാറിയെന്നും EN മോഹൻദാസ് പറഞ്ഞു. അജ്മീർ ദർഗ 2 ദിവസമായിട്ട് നമ്മൾ വായിക്കുന്ന വാർത്ത, അജ്മീർ ദർഗയിൽ അവിടെ സർവേ നടത്തുന്നതിന് വേണ്ടി സംഘപരിവാർ കോടതിയെ സമീപിച്ചു. അജ്മീർ ദർഗയിൽ അകത്തളത്തിൽ ശിവബിംബമുണ്ട്, ശിവപ്രതിഷ്ഠയുണ്ട്. അതിൻ്റെ മുകളിലാണ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയ്ക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഉത്തർപ്രദേശിലെ സംബാൽ പള്ളിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ നടത്തുന്നതിനിടയിൽ 5 ചെറുപ്പക്കാരെ അവിടുത്തെ പോലീസ് വെടിവെച്ചു കൊന്നു. ഇതൊരു വ്യാപകമായ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ, അതിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വലിയ ശ്രമമാണ്. വർഗീയ കലാപമുണ്ടാക്കാൻ, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ഒരു അവസരമാക്കി മാറ്റുക. ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്നത് രാജ്യത്തെ ഏകശിലാ രാഷ്ട്രമായി മാറ്റാനുള്ള നീക്കമാണെന്ന് EN മോഹൻദാസ് അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദിയുടെ കോളനിയെപ്പോലെയാണ് കേരളത്തോടുള്ള സമീപനം. കേന്ദ്ര സംസ്ഥാന സംയോജിത നീക്കത്തിന് പകരം ഏകപക്ഷീയമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും വയനാട് പ്രകൃതി ദുരന്തത്തിന് ഫണ്ട് അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമാണെന്നും EN മോഹൻദാസ് വ്യക്തമാക്കി. സംസ്ഥാനവും ചേർന്നുകൊണ്ടുള്ള സംയോജിതമായ നീക്കങ്ങളിലൂടെ മാത്രമേ ഒരു സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടക്കൂ. എന്നാൽ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിക്കുന്ന നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സൂട്ട് ഫയൽ ചെയ്തത്. VP മുഹമ്മദ് ഹനീഫ പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. U അജയൻ രക്തസാക്ഷി പ്രമേയവും MK ശ്രീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം P ശ്രീരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ E ജയൻ, V രമേശൻ, V ശശികുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ശ്യാംപ്രസാദ്, C ദിവാകരൻ, സ്വാഗത സംഘം ചെയർമാൻ EV ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു.
13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 3120 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 150 പേരും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 168 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 32 വനിതകളാണ്. പി ഗോവിന്ദപ്രസാദ്, പി ഷാജി, പി സൗമ്യ, പി ടി സിദ്ദിഖ് എന്നിവർ അടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു. ഞായറാഴ്ച പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കും. ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. ക്രെഡൻഷ്യൽ റിപ്പോർട്ടും പ്രമേയങ്ങളും അവതരിപ്പിക്കും. 16 പേർ ചേർന്ന് ആലപിച്ച സ്വാഗതഗാനത്തോടെയാണ് പ്രതിനിധി സമ്മേളനം തുടങ്ങിയത്. ഞായറാഴ്ച വൈകിട്ട് ആനമങ്ങാട് AUP സ്കൂൾ മൈതാനിയിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി എടത്തറയിൽ നിന്നും ആനമങ്ങാട്ടേക്ക് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടക്കും. CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന് പാലപ്പുറം ലക്ഷ്മി നാരായണ കോളേജിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPM ഏരിയ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാവ് E. രാമചന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം അടിവരയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. 23-ാം പാർട്ടി കോൺഗ്രസിൽ നാം എടുത്ത രാഷ്ട്രീയ പ്രമേയം, ആ രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ വെച്ച് ചേർന്ന് നമ്മൾ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിന്റെ സത്ത എന്ന് പറയുന്നത് ഈ രാജ്യത്തെ BJP ഭരണത്തെ പുറത്താക്കുക, മതനിരപേക്ഷ ജനാധിപത്യ മുന്നണി വോട്ടുകളെ ചിന്നിച്ചിതറാതെ ഏകോപിപ്പിക്കുക, രാജ്യത്ത് മതനിരപേക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണം എന്നതായിരുന്നു 23-ാം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിലൂടെ നാം അംഗീകരിച്ചത്. C. അബ്ദുൽ ഖാദർ താൽക്കാലിക അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ K. രാജേഷ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം KS അരീക, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S. അജയ്കുമാർ, V. ചെന്താമരാക്ഷൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. ഹംസ, MR മുരളി എന്നിവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ടുമേൽ പ്രതിനിധികളുടെ ചർച്ചയും നടന്നു. ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള 150 പ്രതിനിധികളും 22 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 172 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4-ന് പാലപ്പുറം NSS കോളേജ് പരിസരത്ത് നിന്ന് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടക്കും. ചിനക്കത്തൂർക്കാവ് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭവിൻ വിനോദ്, ബൽറാം, അനുശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും ഉണ്ടാകും. കനത്ത സുരക്ഷയിൽ നടത്തിയ ഒറ്റപ്പാലം NSS കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിന് വിജയം. 51-ൽ 27 സീറ്റ് നേടിയാണ് കോളേജ് യൂണിയൻ പിടിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒറ്റപ്പാലം NSS കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU വിജയം നേടി. ആകെ 51 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 27 സീറ്റുകളിൽ KSUവും 24 സീറ്റിൽ SFIയും വിജയിച്ചു. ജനറൽ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ U. അനന്തകൃഷ്ണൻ ചെയർമാനും KG അഭിഷേക് ജനറൽ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. M. ദർശൻ, K. സംഗീത എന്നിവർ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായുള്ള 9 അംഗങ്ങളടങ്ങുന്ന കോളേജ് യൂണിയനെയാണ് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്തത്. NSS കോളേജിൽ ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ നിർത്തിവച്ച തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കീഴാറ്റൂർ തച്ചിങ്ങനാടം പൂക്കോട്ടിൽ ഗ്രാമത്തിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ. ശനിയാഴ്ച പുലർച്ചെ പറമ്പൻ അസൈനാരുടെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുകയായിരുന്ന മൂത്താലി അബ്ബാസാണ് പുലിയെ കണ്ടത്. അബ്ബാസ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തച്ചിങ്ങനാടം പൂക്കോട്ടിൽ ഗ്രാമത്തിലാണ് പുലിയിറങ്ങിയതായി പറയുന്നത്. പറമ്പൻ അസൈനാരുടെ തോട്ടത്തിൽ റബ്ബർ ടാപ്പിംഗ് നടത്തിയ മൂത്താലി അബ്ബാസാണ് സമീപത്തെ മതിലിൽ ഇരിക്കുന്ന നിലയിൽ ആദ്യം പുള്ളിപ്പുലി എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തെ കണ്ടത്. കയ്യിൽ ഉണ്ടായിരുന്ന ടോർച്ച് അടിച്ചതോടെ പുലിയാണെന്ന് വ്യക്തമാവുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് സമീപവാസിയായ പൂക്കോട്ടിൽ ഉണ്ണിയെ വിവരമറിയിച്ചു.
ഇവർ നടത്തിയ തിരച്ചിലിൽ റബ്ബർ തോട്ടത്തിലൂടെ ഓടിമറഞ്ഞ പുലിയെ കണ്ടതായും പറയുന്നു. അങ്ങനെ പറയണ്ടായി. അതിൽ ഞങ്ങളെല്ലാവരും വന്നു, ഭീതിയോടെ വന്നു. നോക്കിയപ്പോൾ ഞങ്ങളും കണ്ടു. അപ്പോൾ ഭാര്യയെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു. ഏകദേശം ഒരു 10-15 മീറ്റർ അകലെയാണ് ഞങ്ങൾ വെച്ച് കണ്ടത്. പുലി തന്നെയാണെന്ന് ഉറപ്പാണല്ലേ? ആ, അത് ഉറപ്പാണ്. ഇവിടുന്ന് വല്ല വളർത്തു മൃഗങ്ങളെ കാണാതെ എങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല, ഇവിടെ അടുത്തൊരു ഫാമുണ്ട്. അതിൽ കുറേ പശുവിൻ്റെ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നായുണ്ട്. നിരവധി വീടുകൾ ഉള്ള പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യമുള്ളത്. പുലിയെ കണ്ടതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഒരു കുറച്ചപ്പുറത്തുള്ള ഒരു ഫാമുണ്ട്, അതിൻ്റെ വശത്തേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെ വിളിച്ചറിയിച്ചു. അപ്പോൾ അവർ വന്നു. പക്ഷേ പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ പരിസരവാസികളൊക്കെ വളരെ ഭീതിയിലാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, രാത്രിയൊക്കെ പണി കയറി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാരെ വിവരറിയിച്ചിട്ടുണ്ട്. അവർ വൈകുന്നേരത്ത് കുറച്ച് കഴിയുമ്പോൾ എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടത് പുലിയെ തന്നെയാണെന്ന് ഉണ്ണി പറഞ്ഞു. അതേസമയം വളർത്തുമൃഗങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംഭവത്തെ തുടർന്ന് നിലമ്പൂർ സൗത്ത് RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. വിൽപ്പനയ്ക്കെത്തിച്ച 6 കിലോ കഞ്ചാവുമായി തിരൂർ സ്വദേശി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. ബൈക്കിൽ കടത്തിയ കഞ്ചാവുമായി തിരൂർ ആദർശേരി സ്വദേശി ഇങ്ങാപ്പടലിൽ ജാഫർ അലിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബൈക്കിൽ കഞ്ചാവ് കടത്തിയ ജാഫർ അലിയെ താഴേക്കോട് നിന്നും പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, സബ് ഇൻസ്പെക്ടർ N റിഷാദ് അലി എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. ആന്ധ്ര, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികൾ മുഖേന വൻതോതിൽ കഞ്ചാവ് ജില്ലയിലേക്ക് കടത്തി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ചെറുകിട വിൽപ്പനക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജാഫർ അലി പിടിയിലാകുന്നത്. 2 കിലോയുടെ പാക്കറ്റിന് 35,000 മുതൽ 40,000 രൂപ വരെ വിലയിട്ട് പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന പ്രധാനിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പിയിൽ കാർ സ്കൂട്ടറിലിടിച്ച് അച്ഛനും മകൾക്കും പരിക്ക്. മുതല കോഴിക്കോട്രി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ തെക്കുമുറിക്ക് സമീപം ശനിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറാണ് ഇടിച്ചതെന്നാണ് നിഗമനം. വാഹനം നിർത്താതെ പോകുകയും ചെയ്തു. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരായ മുതുതല കോഴിക്കോട്രി പുതുപ്പറമ്പിൽ സുനിൽകുമാർ, മകൾ അഞ്ജിത എന്നിവരെ പരിക്കുകളോടെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇടിച്ച വാഹനത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് സമാപിച്ചപ്പോൾ കലാകിരീടം ചൂടി ഒറ്റപ്പാലം ഉപജില്ല. സ്കൂളുകളിൽ ആധിപത്യം നിലനിർത്തി ആലത്തൂർ ഗുരുകുലം വീണ്ടും കിരീടമണിഞ്ഞു. ആതിഥേയരായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാമത്. 5 ദിവസം ശ്രീകൃഷ്ണപുരത്ത് കലയുടെ അലയൊളികൾ തീർത്ത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചപ്പോൾ ഒറ്റപ്പാലം ഉപജില്ലയ്ക്ക് കിരീടം. 904 പോയിന്റ് നേടിയാണ് ഒറ്റപ്പാലം ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായത്. 877 പോയിന്റുമായി മണ്ണാർക്കാട് ഉപജില്ലയാണ് രണ്ടാമത്. 868 പോയിന്റ് നേടി പട്ടാമ്പി ഉപജില്ല 3ാം സ്ഥാനം സ്വന്തമാക്കി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 386 പോയിന്റോടെ മണ്ണാർക്കാട് ഉപജില്ല തന്നെയാണ് മുന്നിൽ. 385 പോയിന്റോടെ ഒറ്റപ്പാലമാണ് രണ്ടാമത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 357 പോയിന്റ് നേടി ഒറ്റപ്പാലം ജേതാക്കളായി. 35 പോയിന്റോടെ പട്ടാമ്പി ഉപജില്ല രണ്ടാമതെത്തി. UP വിഭാഗത്തിലും ഒറ്റപ്പാലം ഉപജില്ല ജേതാക്കളായി. ആലത്തൂരാണ് രണ്ടാമത്. സ്കൂളുകളിൽ തുടക്കം മുതൽ തന്നെ ആധിപത്യം തുടർന്ന ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ തന്നെ ജേതാക്കളായി. 460 പോയിന്റുമായാണ് ഗുരുകുലം വീണ്ടും കിരീടമണിഞ്ഞത്. ആതിഥേയരായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ 254 പോയിന്റുമായി 2ാം സ്ഥാനം നേടി. 192 പോയിന്റ് നേടിയ ചിറ്റൂർ GVHSS ആണ് 3ാം സ്ഥാനത്ത്. സംസ്കൃതോത്സവത്തിൽ 180 പോയിന്റുമായി ചെർപ്പശ്ശേരി ഉപജില്ല ജേതാക്കളായി. 178 പോയിന്റ് നേടി ഒറ്റപ്പാലം രണ്ടാമതെത്തി. അറബി കലോത്സവത്തിൽ ഷൊർണൂർ ഉപജില്ല കിരീടം നേടി. മണ്ണാർക്കാടാണ് രണ്ടാമത്. തമിഴ് കലോത്സവത്തിൽ മണ്ണാർക്കാട് ഉപജില്ലയാണ് ജേതാക്കൾ. സമാപന സമ്മേളനം K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. കാരണം കലോത്സവങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ പഴയ കാലഘട്ടത്തിലേക്ക് സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന എത്രയും സന്തോഷവും സൗന്ദര്യവും നിറഞ്ഞ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരുന്ന അനുഭവമാണ്. ഇവിടെ ശ്രീകൃഷ്ണപുരം എക്കാലവും കലാകായിക സർഗാത്മക പ്രവർത്തനങ്ങളിൽ മികച്ച കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇത്തവണയും ആ നിലയിൽ 5 ദിവസങ്ങളായി ഇവിടുത്തെ ആരെയും
കണ്ണഞ്ചിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന കലാപ്രകടനങ്ങളിലൂടെ നമ്മുടെ മക്കൾ ഇന്ന് ലഭ്യമായ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കെ ബാബു MLA മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ഹയർ സെക്കൻഡറി RDD PM അനിൽ, പാലക്കാട് DDE P സുനിജ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിജയികൾക്കും മറ്റുമുള്ള ട്രോഫികളും ഉപഹാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഉത്തർപ്രദേശ് സംഭലിലെ ഷാഹി മസ്ജിദിൽ സർവേയുടെ പേരിലുണ്ടായ കലാപത്തിൽ 5 പേർ മരിക്കാനിടയായ സംഭവത്തിൽ പെരിന്തൽമണ്ണയിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ നൈറ്റ് പ്രൊട്ടസ്റ്റ് നടത്തി. യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ലീഗ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ നൈറ്റ് പ്രൊട്ടസ്റ്റ് നഗരം ചുറ്റി ട്രാഫിക് ജംഗ്ഷനിൽ സമാപിച്ചു. നിരപരാധികളായ യുവാക്കളുടെ ജീവനെടുത്ത പോലീസ് കൂട്ടക്കുരുതിയാണ് ഉത്തർപ്രദേശിലെ സംഭലിൽ ഉണ്ടായിരിക്കുന്നതെന്നും ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള മനഃപൂർവ്വമായ വേട്ടയാടലാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. സംഭാലിലെ ഷാഹി മസ്ജിദിൽ സർവേ നടത്താനുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവ് പാർലമെന്റ് പാസാക്കിയ 1999 ആരാധനാലയം നിയമത്തിന്റെ ലംഘനമാണെന്നും സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ട മുസ്ലിം ലീഗ് MPമാർ അടക്കമുള്ള ജനപ്രതിനിധികളെ തടഞ്ഞത് പ്രതിഷേധാർഹമാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സിദ്ദിഖ് വാഫി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ഭാരവാഹികളായ S അബ്ദുസലാം, AK മുസ്തഫ, കൊളക്കാടൻ അസീസ്, P ബഷീർ, മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികളായ KM ഫത്താഹ്, VT ഷരീഫ്, സക്കീർ മണ്ണാർമല തുടങ്ങിയവർ സംസാരിച്ചു. MT സുൽഫി, N ഹബീബ്, അബ്ബാസ് തുളിയത്ത്, UT മുൻഷീർ, റിയാസ് കട്ടുപ്പാറ, നാഫിക് അൻസാർ, സലാം മണലായ, നജ്മുദ്ദീൻ ആനമങ്ങാട്, നിഷാദ്, സാലിഹ്, നിസാം, ഉനൈസ്, മൊയ്തീൻകുട്ടി, അനസ്, ആദിൽ, യാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. PV അൻവർ MLA നേതൃത്വം നൽകുന്ന DMKയുടെ സാന്നിധ്യം പട്ടാമ്പി മണ്ഡലത്തിലും ശക്തമാക്കാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഓങ്ങല്ലൂരിൽ 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകും. അൻവർ MLAയുടെ നേതൃത്വത്തിൽ ഈ കുടുംബങ്ങളെ സന്ദർശിച്ചു. PV അൻവർ MLA ചെയർമാനായുള്ള DMKയുടെ സാന്നിധ്യം പട്ടാമ്പി മണ്ഡലത്തിലും ഉറപ്പിക്കാനായുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഓങ്ങല്ലൂരിൽ DMKയുടെ നേതൃത്വത്തിൽ 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ പ്രഖ്യാപനം ചെയർമാൻ കൂടിയായ PV അൻവർ MLA ഓങ്ങല്ലൂരിൽ നടത്തി. വീടുകൾ നിർമ്മിച്ചു നൽകുന്ന കുടുംബങ്ങളെ സന്ദർശിച്ചായിരുന്നു പ്രഖ്യാപനം. രുക്മിണിയമ്മ അതുപോലെ തന്നെ ഭർത്താവ് കഴിഞ്ഞ 6-7 വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ 5-8 വർഷമായിട്ട് അവർ ലൈഫ് പദ്ധതിയിൽ വീടിനെ അപേക്ഷിച്ച് ഇതുവരെ വീട് അനുവദിച്ചിട്ടില്ല. വീടിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാം. അവർ സഹായിക്കാൻ പറ്റാറില്ല. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ DMK പ്രവർത്തകർ അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം വരികയും ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം ഹക്കീമും സിദ്ദീഖും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും നമ്മൾ ഈ വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെ കാണാൻ ഇവിടെ വന്നത്. ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി ആരംഭിക്കാനുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ വർക്ക് ആരംഭിക്കും. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ചേരിക്കലിലും മഞ്ഞളങ്ങളിലുമാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. വളരെ ദുരിതമനുഭവിച്ചാണ് നിലവിൽ കഴിയുന്നതെന്ന് ഈ കുടുംബങ്ങളും പറഞ്ഞു. നമ്മളിവിടെ ഇതില് പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ. അതൊന്നും ഒരു കാര്യത്തിലും ആയിട്ടില്ല ഇതുവരെ. ഇപ്പൊ അച്ഛനെയും കൊണ്ടും അമ്മയും കൊണ്ടും ഞാൻ ബുദ്ധിമുട്ടാണ്, അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മഴ പെയ്താലും ഒക്കെ കിടന്നുറങ്ങാനും മറ്റും ഭയങ്കര പ്രയാസം തന്നെയാണ്. അച്ഛനാണെങ്കിൽ 6 വർഷമായി തളർന്ന് കിടക്കുക. അപ്പൊ പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ട് ഇതുവരെയും അതിനൊരു ഇതുണ്ടായിട്ടില്ല. മെമ്പർ ഇപ്പൊ ഈയിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ നമുക്ക് പാസ്സായിട്ടുണ്ടെങ്കിൽ കൂടി അത് നമുക്ക് വാടകയ്ക്ക് പോകാനോ വാടക കൊടുക്കാനോ ഉള്ള ഒരു നിവൃത്തികേടാണ്. പിന്നെ ഈ തളർന്ന് നടക്കല്ലേ അച്ഛൻ. അപ്പൊ അച്ഛനെ കൊണ്ട് മാറാനും ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഓരോ ഘട്ടങ്ങളായിട്ടാണ് പൈസ കിട്ടുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് അത്രയും വാടക കൊടുത്തിട്ട് ഇരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ വേറൊരാളും കൊണ്ടുവരാനും ഇല്ല. പിന്നെ നമ്മള് എന്ത് കണ്ടിട്ടാ പെട്ടെന്ന് വാടകയ്ക്ക് പോവാം. PV അൻവർ MLAക്കൊപ്പം DMK ജില്ലാ കോർഡിനേഷൻ അംഗം മിഥുൽ രാജ്, മറ്റ് പ്രവർത്തകരായ റഷീദ്, ഷാഫി, മുസ്തഫ, KP യൂനുസ്, അസീസ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. പുഴകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നിർമ്മാണ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നതിന് സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് CWSA ശ്രീകൃഷ്ണപുരം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്
പി കുട്ടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എലമ്പുളശ്ശേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. മേഖലാ പ്രസിഡന്റ് എ സുന്ദരൻ അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ രാജേഷ് കെ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജയൻ കെ, കുട്ടൻ എസ്, ബിജു ചാർലി, ടി രാജാമണി, ഹരികുമാർ, മോഹൻദാസ് കെ, സുധീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് എലമ്പുളശ്ശേരി PHCയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി. കെ സുരേഷ്, MN ഗോപാലകൃഷ്ണൻ എന്നിവർ ക്ലാസ് നയിച്ചു. നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനവും ലഭ്യതക്കുറവും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിദത്തമായി പുഴകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നിർമ്മാണ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകുക, നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ സംരക്ഷണത്തിന് പെർമിറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ സൈറ്റ് ഇൻഷുറൻസ് ഉൾപ്പെടുത്തുന്നതിന് കൂടിയുള്ള നടപടി സ്വീകരിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ആര്യമ്പാവ് ടൗണിൽ യാത്രക്കാരെയും ബസ്സിനെയും കാത്ത് 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ. ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം സുരക്ഷ മുൻനിർത്തി ടൗണിൽ നിന്നും അല്പം മാറി കേന്ദ്രങ്ങൾ നിർമ്മിച്ചതാണ് യാത്രക്കാർ കൈയൊഴിയാൻ കാരണം. ദേശീയപാതയിലേക്ക് ചെർപ്പശ്ശേരി റോഡ് ചേരുന്ന ഭാഗമായതിനാൽ വാഹനത്തിരക്കും ആളുകളുടെ നെട്ടോട്ടവും കാരണം അപകട സാധ്യത ഏറെയാണ്. സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിലും അതൊന്നും എനിക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് ആളുകളുടെ നടത്തം. എൻ ഷംസുദ്ദീൻ MLAയുടെ 2014-2015 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദേശീയപാതയോരത്ത് കോഴിക്കോട് റോഡ് ആര്യമ്പാവിൽ ഈ കാണുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞതല്ലാതെ കേന്ദ്രത്തിന്റെ ഉദ്ദേശം ഇന്നുവരെ നടന്നിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഒരു ബസ്സും ഇതിനു മുന്നിൽ നിർത്തി ആളെ കയറ്റുന്നതും ഇറക്കുന്നതും ആരും കണ്ടിട്ടില്ല. ആളുകൾ ഇപ്പോഴും നിൽക്കുന്നത് ഒറ്റപ്പാലം റോഡിനോട് ചേർന്നുള്ള കിടത്തിണ്ണകളിലാണ്. വെയിലായാലും മഴയായാലും ഒരു യാത്രക്കാരും ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കാറില്ല. സമാന സ്ഥിതി തന്നെയാണ് പാലക്കാട് റോഡിൽ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെയും. നിലവിൽ ബസ്സുകൾ നിർത്തുന്നിടത്തു നിന്ന് ഒരുപാട് മാറിയാണ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് ആളുകൾ ഇവയെ കൈയൊഴിയാൻ കാരണം. ദേശീയപാതയിലേക്ക് ചെർപ്പശ്ശേരി റോഡ് ചേരുന്ന ഭാഗമായതിനാൽ ടൗണിൽ വാഹനത്തിരക്കും ആളുകൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും ഒഴിവാക്കാനാണ് കേന്ദ്രങ്ങൾ അല്പം മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ആളുകൾ ഇപ്പോഴും ടൗണിൽ തന്നെയാണ് ബസ് കാത്തു നിൽക്കുന്നത്. ഒരു ബസ്സിൽ നിന്നിറങ്ങി മറ്റൊരു ബസ്സിലേക്ക് യാതൊരു കൂസലുമില്ലാതെ ദേശീയപാത മുറിച്ചു കടക്കുന്നത് വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത്. വാഹനത്തിരക്ക് മൂലം പാതയ്ക്ക് നടുവിൽ ആളുകൾ കുടുങ്ങി നിൽക്കുന്നതും കാണാം. ബന്ധപ്പെട്ട വകുപ്പുകൾ വിഷയത്തിൽ അടിയന്തരമായി ശ്രദ്ധിക്കണം. ബസ്സുകൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ മാത്രം നിർത്താൻ അനുവദിക്കണമെന്ന് പ്രദേശവാസിയായ സയ്യിദ് മുഹമ്മദ് പറഞ്ഞു. ഉപയോഗിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല, വാഹനങ്ങൾ നിർത്തുകയില്ല. ബസ് സ്റ്റോപ്പ് എപ്പോഴും ആ സെൻട്രലിൽ പോയി നിർത്തിയിട്ട് എപ്പോഴും സമയത്തും ഒറ്റപ്പാലം ചെർപ്പശ്ശേരി റൂട്ടിൽ വണ്ടികൾ നിർത്തി കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി യാത്രക്കാർ വേറെ വാഹനം നോക്കാതെ ഒറ്റ ഓട്ടാണ് ഇവിടേക്ക് ചെർപ്പശ്ശേരി ഭാഗത്തേക്കുള്ള വാഹനം കയറാൻ. ആ സമയത്ത് പല ആക്സിഡൻറ്റുകളും ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്, സംഭവിക്കലുമുണ്ട്. അപ്പോൾ അതിനെല്ലാം നിയന്ത്രിക്കാൻ ഇതിവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഒറ്റപ്പാലം കോഴിക്കോട് പോകുന്ന വണ്ടികളൊക്കെ ഈ ഭാഗത്ത് നിർത്തി കഴിയുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ വളരെ ഒഴിവായി കിട്ടും. ആ ജംഗ്ഷനിലുള്ള ആ കുരുക്കും ഒഴിവായി കിട്ടും. അപ്പോൾ അത് അധികൃതർ അതിനെപ്പറ്റിയൊന്ന് ചിന്തിക്കണം, നല്ലതാണ്. ടൗണിൽ നിന്നും 10 മീറ്റർ മാറി സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിലും അതൊന്നും എനിക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് ആളുകൾ സാഹസികമായി പാത മുറിച്ചു കിടക്കുന്നത്. കുട്ടികൾ ഒപ്പമുണ്ടെങ്കിൽ പോലും ആളുകൾ ഈ സാഹസിക നടത്തത്തിൽ നിന്ന് പിൻവാങ്ങാറില്ല. മുള്ളിയാക്കുറിശി പാണ്ടിക്കാട് സംസ്ഥാന പാതയിലെ പട്ടിക്കാട് മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള ഭാഗം റബ്ബറൈസിംഗ് പ്രവൃത്തി തുടങ്ങി. ഗതാഗതം നിരോധിച്ചുള്ള പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ സംസ്ഥാന പാതയുടെ പട്ടിക്കാട് ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള ഭാഗം റബ്ബറൈസ് ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങി. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച 5.5 കോടി രൂപ ചെലവിലാണ് നവീകരണം നടക്കുന്നത്. ആക്കപ്പറമ്പ് മുതൽ പട്ടിക്കാട് ചുങ്കം വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുള്ള പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. BM&BCക്ക് മുൻപായി 4.5 കിലോമീറ്റർ ദൂരം പശയടിക്കുന്ന പ്രവൃത്തി ശനിയാഴ്ച പൂർത്തിയായി. റബ്ബറൈസിംഗ് പൂർത്തിയാകുന്നതോടെ നിരവധി യാത്രക്കാർ അനുഭവിക്കുന്ന വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിനാകും പരിഹാരമാവുക. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരുമ വയോജന സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KM ഹനീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ തെരഞ്ഞെടുത്ത 200ഓളം വയോജനങ്ങളുടെ സംഗമമാണ് നടത്തിയത്. ജീവിതകാലം മുഴുവൻ കുടുംബത്തിനു വേണ്ടി ജോലിയെടുത്തവർ ഇനി ആസ്വാദനത്തിന്റെ ദിനങ്ങളിലേക്ക് അലിഞ്ഞു ചേരണമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് പറഞ്ഞു. അതെല്ലാം ആ സമയങ്ങളിൽ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി മരുന്ന് വാങ്ങാനും കഷായം വാങ്ങാനും അതുപോലെ തന്നെ നല്ല പോഷകാഹാരങ്ങൾ വാങ്ങാനും ഒക്കെ
അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്ക് പോകാനും ഒരു ടൂർ പോകാനും ഒക്കെ ആക്കി മാറ്റിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ സാജിർ അധ്യക്ഷയായി. പി എ തങ്ങൾ, എം മോഹൻ, ഉമ്മർ കുന്നത്ത്, കെ കെ ഷൗക്കത്തലി, അനസ് പമ്പ്ര, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ രാജു കരിയോട്, സി ശിവശങ്കരൻ, പി എം മുഹമ്മദ് അലി, കെ ടി രാമചന്ദ്രൻ, കൃഷ്ണനുണ്ണി, ICDS സൂപ്പർവൈസർ ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തോടനുബന്ധിച്ച് അമ്പലപ്പാറ ഉണ്ണി ഗ്രാമകലയുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മറ്റു വാർത്തകൾ നോക്കാം. വിവിധ അന്തർദേശീയ സാംസ്കാരിക ആഘോഷങ്ങൾക്ക് വേദിയായി ചെർപ്പളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഐഡിയൽ ഇൻ്റർനാഷണൽ കൾച്ചറൽ ഗാല 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഐഡിയൽ ക്യാമ്പസ് സന്ദർശിച്ചു. ഹംസത്തു സമാഗ് ഇൻ്റർനാഷണൽ കൾച്ചറൽ സെൻറ്റർ പ്രസിഡന്റ് ഡോക്ടർ ഫാത്തിമ ഇഖ്ബാരിയ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹംസത്തു സമ ഇൻ്റർനാഷണൽ കൾച്ചറൽ ഓർഗനൈസേഷൻ സ്ഥാപകൻ അബ്ദുൽ ഹഫീസ് ഇഖ്ബാരിയ, ടുണീഷ്യയുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ ലത്തീഫ് ഉബൈദ്, പാരീസിലെ ലിയോൺ സർവകലാശാല ലെക്ചറർ ഇഷ്റാഖ് റോണ, ഹംസത്തു സമ ഇൻ്റർനാഷണൽ കൾച്ചറൽ സെൻറ്റർ കേരള ചാപ്റ്റർ അധ്യക്ഷൻ അബ്ദുൽ സലാം ഫൈസി അമാനത്ത്, ഐഡിയൽ ക്യാമ്പസ് ചെയർമാൻ പണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി. കേരളീയ സാംസ്കാരിക പൈതൃകം ആസ്പദമാക്കി വിദ്യാർത്ഥികളൊരുക്കിയ വ്യത്യസ്തങ്ങളായ പരിപാടികൾ വേദിയിൽ അരങ്ങേറി. പതിനഞ്ച് വർഷം പിന്നിടുന്ന ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ക്രിസ്റ്റൽ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും പുതുതായി ഒരുക്കിയ കോളേജ് സ്റ്റേഡിയത്തിൻ്റെ നാമകരണവും 2025 വർഷത്തെ ഐഡിയൽ കലണ്ടർ പ്രകാശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. ഒപ്പം വിവിധ മേഖലകളിൽ ശോഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും അതിഥികൾ നിർവഹിച്ചു. ഐഡിയൽ ക്യാമ്പസ് മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി, സെക്രട്ടറി ഇബ്രാഹിം, ഡയറക്ടർ അൻവർ സാദത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബുദ്ദീൻ, അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അഖില CH എന്നിവർ സംസാരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബ്ലോസംസ് ഇംഗ്ലീഷ് ഭാഷാ പരിശീലന പരിപാടി സമാപിച്ചു. ഡയറ്റ് സീനിയർ ലെക്ചർ ഡോക്ടർ VT ജയറാം സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ LP, UP വിദ്യാലയങ്ങളിൽ നിന്നും 78 വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ക്രിയേറ്റീവ് റൈറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നീ മേഖലകളിൽ വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. പരിശീലനത്തിന്റെ സമാപനം ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ ജയറാം VT ഉദ്ഘാടനം ചെയ്തു. നാടകാചാര്യൻ KPS പയ്യനട മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ MP സാദിഖ്, പ്രധാനാധ്യാപകൻ ശ്രീധരൻ പേരഴി, PTA പ്രസിഡന്റ് KT അബ്ദുള്ള, സ്കൂൾ മാനേജർ കല്ലടി അബ്ദുൾ റഷീദ്, CP വിജയൻ, സൈനുൽ ആബിദ്, അബ്ബാസ, റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര മണ്ണ് ദിനത്തോടനുബന്ധിച്ച് തൃഷ ട്രസ്റ്റിൻ്റെയും കേരള സർക്കാർ പാരിസ്ഥിതികം പദ്ധതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ മണ്ണ് ദിനാഘോഷം സംഘടിപ്പിച്ചു. സോയിൽ സിംഫണി നേച്ചർ ഹാർമണി എന്ന പേരിൽ ഒറ്റപ്പാലം മനിശ്ശേരി അലൈഡ് മാനേജ്മെൻറ്റ് കോളേജിൽ നടന്ന പരിപാടികൾ അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രവർത്തക സൂസന്ന സോയിൽ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര മണ്ണ് ദിനത്തോടനുബന്ധിച്ചാണ് തൃഷ ട്രസ്റ്റിൻ്റെയും കേരള സർക്കാർ പാരിസ്ഥിതികം പദ്ധതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ മണ്ണ് ദിനാഘോഷം സോയിൽ സിംഫണി നേച്ചർ ഹാർമണി എന്ന പേരിൽ സംഘടിപ്പിച്ചത്. മനുശ്ശേരി അലൈഡ് മാനേജ്മെൻറ്റ് കോളേജിൻ്റെ സഹകരണത്തോടെ ആയിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ 6 മണിക്ക് മാരത്തോൺ, സൈക്ലത്തോൺ ആൻഡ് വാക്കത്തോൺ എന്നിവയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃഷ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പയിൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ
സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നമ്മളെല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായി മരണം വരെ ജീവിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. ആരും വൈരൂപ്യമുള്ളവരായി എന്തെങ്കിലും ഡിസേബിൾഡായി ജീവിക്കാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി നല്ല പോലെ ജീവൻ പോകുന്നത് വരെ അങ്ങനെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, CPM മനുശ്ശേരി ലോക്കൽ സെക്രട്ടറി കെ കൃഷ്ണകുമാർ തുടങ്ങിയവരും സന്നിഹിതരായി. തുടർന്ന് അലൈഡ് മാനേജ്മെന്റ് കോളേജിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തൃഷ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ രാമസ്വാമി ഭദ്രദീപം കൊളുത്തി. അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രവർത്തക സൂസന്ന സോയിൽ എൻലൈറ്റ്മെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. Okay, so let me talk in English, please. They told I'm an environmentalist. What is an environmentalist? Someone who cares for the world around. I think so. Personally, I made the choice that I care for the animals and the plants, not so much for the humans. What I can find in the nature, humans cannot give me. The nature, the animals, the plants, they will never tell lies, they will never cheat you, they will always give you back your love you put inside. I find it much more rewarding. Okay? So because in my understanding, I mean, everybody says we are a part of the nature. It's a talk. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ജനറൽ മാനേജർ ചെമ്പക ശങ്കർ അധ്യക്ഷ പ്രസംഗം നടത്തി. What I would want to touch upon is on the case initiative that the Trisha Trust is conducting in association with Chrome Canada, a research organization. CASE stands for 4 pillars, as Meena already mentioned. It feels as if I'm going to repeat it in English, but still. So the C stands for creativity, A stands for activity, where we are talking about a lot of physical activity, I is internship, and S stands for service. Almost the 3 pillars from this case, which is creativity, physical activity, and service, to some extent gets covered during your educational span itself, to a large extent. റിസർച്ച് ആൻഡ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ മീന രാമസ്വാമി, സീനിയർ റിസർച്ച് കൺസൾട്ടന്റ് ഡോക്ടർ കെ ബൈജു, തൃശൂർ സോയിൽ സർവേ ഓഫീസർ MA സുധീർ ബാബു, തൃഷ പ്രൊജക്ട് കോർഡിനേറ്റർ നിഷ ശശികുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം സോയിൽ എക്സ്പ്രഷൻസിന്റെ ഭാഗമായി ആർട്ടിസ്റ്റിക് ട്രിബ്യൂട്ട് ടു നേച്ചർ, സോയിൽ സ്റ്റെപ്പിന്റെ ഭാഗമായി പ്ലഡ്ജ് ആൻഡ് ബെയർ ഫ്രൂട്ട് വാക്ക്, സോയിൽ യൂണിറ്റിന്റെ ഭാഗമായി മാപ്പിംഗ് ദി വേൾഡ്, സോയിൽ ടു സൊസൈറ്റിയുടെ ഭാഗമായി കഞ്ഞിയും കപ്പയും ഫീസ്റ്റ് തുടങ്ങിയ പരിപാടികളും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരേന്ത്യയിലെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ന്യൂനപക്ഷ വേട്ടയും വർഗീയ ധ്രുവീകരണവും ലക്ഷ്യമിട്ടെന്ന് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. നരേന്ദ്രമോദിയുടെ കോളനിയെ പോലെയാണ് കേരളത്തെ കേന്ദ്രം കാണുന്നതെന്നും EN മോഹൻദാസ്. CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം ആനമങ്ങാട് തുടങ്ങി. CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളനം പാലപ്പുറത്ത് തുടങ്ങി. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 172 പ്രതിനിധികൾ. ഒറ്റപ്പാലം NSS കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUവിന് വിജയം. 51-ൽ 27 സീറ്റ് KSU നേടി. സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടത്തിയത്. പട്ടാമ്പിയിൽ കാർ സ്കൂട്ടറിലിടിച്ച അച്ഛനും മകൾക്കും പരിക്ക്. കോഴിക്കോട്ടിൽ സ്വദേശി സുനിൽകുമാർ, മകൾ അഞ്ജിത എന്നിവർക്കാണ് പരിക്ക്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. വിൽപ്പനയ്ക്കെത്തിച്ച 6 കിലോ കഞ്ചാവുമായി തിരൂർ സ്വദേശി പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. 40-കാരനായ ജാഫർ അലിയാണ് അറസ്റ്റിലായത്. ഇയാൾ ചെറുകിടക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന കണ്ണിയെന്ന് പോലീസ്. പെരിന്തൽമണ്ണ കീഴാറ്റൂർ പൂക്കാട്ടിൽ ഗ്രാമത്തിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ. പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് നടത്തുകയായിരുന്ന ആളാണ് പുലിയെ കണ്ടത്. നിരവധി വീടുകളുള്ള പ്രദേശത്ത് പുലി എത്തിയതോടെ നാട്ടുകാർ ഭീതി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.